എടോ പേർലിമാണി 1989 കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും കിരീടം എന്ന സിനിമ 150 ദിവസവും കഴിഞ്ഞ് കയ്യടിയോടെ നിറഞ്ഞ സദസ്സോടെ ആ പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഏതോ ആശുപത്രിയിൽ ജനിച്ചു വീഴുന്നതേ ഉള്ളൂ. ആ കിരീടം സിനിമയുടെ സംവിധായകന്റെ പേര് സിബി മലയിൽ. ആ സംവിധായകനെയാണ് താങ്കൾ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്ന് ഒന്ന് പഠിച്ചു നോക്കൂ. അത് പ്രധാനപ്പെട്ട കുറച്ച് സിനിമയാണെന്ന് പറയാം. കിരീടം, ആകാശദൂത്. ആകാശദൂത് നമുക്കറിയാം, കേരളക്കരയെ ഇത്രയേറെ കരയിപ്പിച്ച മറ്റൊരു സിനിമ റിലീസ് ആയിട്ടുള്ളത് വരെ അവർ സിനിമയിൽ ഉണ്ടാവില്ല. റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത സിനിമ എന്നാണ് പറയുന്നത്. അതായത് ഹിറ്റായിട്ടും റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്തൊരു സിനിമയാണ് ആകാശദൂത്. ആ സിനിമയുടെ സംവിധായകന്റെ പേരും സിബി മലയിൽ എന്നാണ്. ചെങ്കോല്, ദേവദൂതൻ, ആഗസ്റ്റ് 1, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, അങ്ങനെ എത്ര 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 ഹിറ്റുകളാണ് സിബി മലയിൽ എന്ന സംവിധായകനിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ആ സംവിധായകനെയാണോ പേർലിമാണി താങ്കൾ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞത്? തെറ്റിപ്പോയി. അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പഠിക്കൂ. ഇനി മാറ്ററിലേക്ക് വരാം. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി BJP ആണെന്നും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംഘടന സംഘപരിവാർ ആണെന്നും ഇഷ്ടപ്പെട്ട നിറം കാവിയാണെന്നും ഒക്കെ താങ്കൾ തന്നെ തുറന്നു പറഞ്ഞു. എന്തായാലും ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ആർക്കും ഇഷ്ടപ്പെടാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിയും ഇഷ്ടമുള്ള സംഘടനയും ഇഷ്ടമുള്ള കൊടിയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം താങ്കൾക്കുമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ അതിന് സ്വന്തം ആളുകളാണെങ്കിൽ പോലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും അത് തിരുത്താനും പറയാനുള്ള ഒരു ആർജവം സാമൂഹിക ജീവി എന്ന നിലയിൽ എല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി പരിവേഷത്തിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ട്. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും പറയുന്നില്ല. കാരണം ഒരുപാട് പേരുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നും ഇതിനെ എതിർത്തത്. ഒന്ന് പേർലിമാണി, ഒന്ന് മേജർ രവി. അങ്ങനെ രണ്ടുപേരാണ് ഇതിനെ എക്സ്പെഷ്യലി എതിർത്ത് പുറത്തോട്ട് വന്നത്. ബാക്കിയെല്ലാം അകത്തിരുന്ന് ടൈപ്പിംഗ് പ്രചാരണമാര് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും സന്തോഷമുള്ള കാര്യം, സമരത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, BJPയുടെ മന്ത്രി രാജിവെച്ചിരിക്കുന്നു, വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ നമുക്ക് പറയാനുള്ള ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമരത്തിൽ, അതായത് കഴിഞ്ഞ 2015 മുതൽ 26 വരെയുള്ള നീറ്റ് എക്സാമിൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നെന്നും അതുമൂലം ഒരുപാട് വിദ്യാർത്ഥികളുടെ 4-5 വർഷം പഠിച്ച് അതിനുവേണ്ടി ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികളെ ചതിച്ചും പറ്റിച്ചും, എന്തിനേറെ പറയണം, പണമില്ലാത്ത കുട്ടികൾ പോലും ഈ നീറ്റ് എക്സാമിനെ ആശ്രയിച്ചാണ് അവർക്ക് ഡോക്ടറാവാനും മറ്റുള്ള ആഗ്രഹം കൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അവരെ കഴിഞ്ഞ BJP സർക്കാർ വന്നതിന് ശേഷം ഇത്രയും പറ്റിച്ച ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി അത് ഉണ്ടാവരുത്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പുറത്തു പോകണം എന്ന് ന്യായമായ ആവശ്യവുമായിട്ടാണ് ജന്തർ മന്ദറിൽ അവിടെ പാർട്ടിയിൽ മറ്റു ആളുകളൊക്കെ ഒത്തുകൂടിയത്. അതിനെ എതിർക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ BJP സർക്കാർ മാക്സിമം ശ്രമിച്ചു. എന്തിനേറെ പറയണം, ലാത്തിയിൽ ആണി തറച്ചിട്ട് അതുകൊണ്ട് പോലും അടിച്ച് മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ച് നരകിപ്പിച്ചു. എന്നിട്ട് പോലും അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ഇവിടെ തിരിച്ചു പോകില്ല, ഈ സമരത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കുട്ടികൾ അടിയേറ്റും തൊഴിയേറ്റും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് അവിടെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് BJP ആണ്. തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഓക്കെ, ഇനി എന്തായാലും നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എപ്പോ നിലപാട് സ്വീകരിച്ചാലും അതൊരു ന്യായം ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ 2 കുട്ടികൾ വളർന്നു വരുന്നു, അവർ ഡോക്ടറാവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി പഠിക്കുമ്പോൾ, ഒരുപക്ഷെ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അങ്ങനെ പഠിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്ന് മറ്റുള്ള, അതായത് ഒരു പുണ്ണാക്കും അറിയാത്ത കുട്ടികൾ ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് എക്സാം എഴുതി ഫുൾ മാർക്ക് വെച്ച് ഡോക്ടറായാൽ അവർ ചികിത്സിക്കുന്ന രോഗികൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു പോകില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റി, ഒരിക്കലും നടക്കില്ല, ഇനി നടക്കില്ല. കാരണം ഇന്ത്യയിൽ ചോദിക്കാനും പറയാനും ഇതാ ഒരു താരോദയം ഉദയം കൊണ്ടിരിക്കുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഒരു താരങ്ങളുടെ താരം തന്നെ പറയണം അവരെ ഉദയം കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാര്യം തീർച്ചയായും ഇത് ഇന്ത്യക്ക് പുതുജീവൻ നൽകുന്ന ഒരു വിജയം തന്നെയാണ്.